വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അഖിലമിസ് ആണ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓരോന്നിന്റെയും ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടോ, ഗസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ നോക്കിയ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് അല്ലെ. ഈ ഫ്ലോ ചാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ നോക്കിയതാ, ഇവിടെ ഫസ്റ്റ് കോളം തന്നെ എന്താണ്, ബ്ലാങ്ക് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്, എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹീറ്റും ഉണ്ട് അല്ലെ. അപ്പൊ എയറിന്റെ പ്രസൻസിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒരു ആഷ് കിട്ടുന്നുണ്ട്, അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. അവിടെ കിട്ടിയ പ്രൊഡക്റ്റ് എന്താണെന്ന് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് എന്താണ്, ആഡ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ സെപ്പറേറ്റ്ലി. ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ചേഞ്ച് ഇൻ ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ എന്താന്ന് കൊടുത്തിട്ടില്ല, നമ്മൾ എഴുതണം. ചേഞ്ച് ഇൻ റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ അല്ലെ. അപ്പൊ ഇത്രയും വെച്ചുകൊണ്ട്, ഇത്രയും ഹിൻസ് വെച്ചുകൊണ്ട് ഇയാൾ ആരാണ്, ഇതിനകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി, ഇത് അടിയിൽ നിങ്ങൾ നോക്കി, ഇവിടെ ബ്ലൂ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടു അല്ലെ. അതായത് റെഡ് ലിറ്റ്മസിന്റെ കളർ എന്താക്കിയിട്ടുണ്ട്, ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഈ തന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് അല്ലെ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായാലും എന്ത് തന്നെയാണ്, അതൊരു ബേസിക് സൊല്യൂഷൻ ആണ്, അസിഡിക് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏത് ആളെയാണെടാ നമ്മൾ ഇവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ മെഗ്നീഷ്യം റിബണിനെയാണ് അല്ലെ. അപ്പൊ മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആഷ് ലൈക്ക് അല്ലെ, ഒരു വൈറ്റ് പൗഡർ ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ്. ഈ മെഗ്നീഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്, മെഗ്നീഷ്യം റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം Mg ആണ് അല്ലെ. അപ്പൊ ഈ Mg എന്ന് പറയുന്നത് നമ്മുടെ ആരുമായിട്ടാണ്, നമ്മുടെ ഓക്സിജനുമായിട്ട്, എയറിലുള്ള ഓക്സിജനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ MgO എന്ന് പറയുന്ന നമ്മുടെ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഈ മെഗ്നീഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ വാട്ടറിൽ എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യിക്കുന്നത്. അങ്ങനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ആ റെഡ് ലിറ്റ്മസിന്റെ കളറ് ബ്ലൂ ആക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ നാച്ചർ എന്ന് പറയുന്നത് ബേസിക് ആണ് അല്ലെ. ബിക്കോസ് അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. മെറ്റലിന്റെ ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ അവരൊക്കെ എന്തായിരിക്കും, യെസ്, ബേസിക് നാച്ചുറുള്ള ആളുകളായിരിക്കും. ഇതേ കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ, നമ്മള് ഇവിടെ നമ്മുടെ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഉള്ളത് എന്തായിരിക്കും, അത് നമ്മുടെ മെഗ്നീഷ്യം റിബൺ ആണ് അല്ലെ. മെഗ്നീഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം റിബൺ. ഓക്കെ, മെഗ്നീഷ്യം റിബൺ എയറിന്റെ പ്രസൻസിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ബേൺ ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആഷ് ആണെന്ന് പറഞ്ഞു. ആ ആഷ് ആക്ച്വലി എന്താണ്, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്, MgO എന്ന് പറയുന്ന ആളാണ്. നമ്മൾ കണ്ടു. ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. ഇവിടെ കിട്ടുന്നത് ആരെയാണ്, മെഗ്നീഷ്യം, യെസ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്, ഹൈഡ്രോക്സൈഡ്. ഓക്കെ, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ലിറ്റ്മസ് പേപ്പർ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെഡ് ലിറ്റ്മസ് പേപ്പറിന്റെ കളറ് ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട്, ബിക്കോസ് അത് ബേസിക് ആയതുകൊണ്ട്. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ ചെയ്തത് ബ്ലൂ ലിറ്റ്മസ് ആണ്. ബ്ലൂ ലിറ്റ്മസ് യൂസ് ചെയ്താൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാവില്ല, പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും നമുക്ക് കാണാനില്ല അല്ലെ. ബ്ലൂ ആയിട്ട് തന്നെ അത് ഇരിക്കുന്നത്. യെസ്, അതായത് ഈ പറയുന്ന ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അതിന്റെ കളർ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യാനായിട്ട്, ഫില്ല് ചെയ്യാനായിട്ട്. മറന്നു പോവരുതേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതാ നോക്കിയേ, കോളം എ അല്ലെ. കോളം എ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ കൊടുത്തേക്കുന്നത് നോക്കാം നമുക്ക്. യെസ്, ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം, അയേൺ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഇപ്പുറത്ത് കോളം ബി ഉണ്ട്. കോളം ബിയിൽ എന്തൊക്കെയാണുള്ളത്, ബ്ലൂ കളർ ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ചേഞ്ച്ഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ആരൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ യെസ് കൂട്ടുപിടിക്കേണ്ടത്, പെയർ ആക്കേണ്ടത്. നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ചേഞ്ച്ഡ് തന്നെയാണ്. അതിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, വലിയ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂ സബ്സ്റ്റൻസ് ആർ പ്രൊഡ്യൂസ് അല്ലെ. കെമിക്കൽ ചേഞ്ചിൽ ഉറപ്പായിട്ടും എന്താണ്, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ പുതിയ ആള് ഫോം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഉള്ളത് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ആണ്. നമുക്കറിയാം മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്തപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്തേ ഉള്ളൂ, നമുക്ക് കിട്ടിയത് എന്താണ്, മെഗ്നീഷ്യം
ഓക്സൈഡ് ആണ് അല്ലെ, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് അയോൺ സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ആണ്. നമുക്കറിയാം അയോൺ സൾഫേറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഇൻ കളർ ആൻഡ് കോപ്പർ സൾഫേറ്റ് നമുക്കറിയാം ബ്ലൂ വിട്രിയോൾ ആണ്, സോ ബ്ലൂ ഇൻ കളർ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് എന്ത് ചെയ്യുക എക്സാമിനൊക്കെ ചോദിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എന്താ ഞങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇതാ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നോക്കിയാൽ നിങ്ങൾ. അയൺ ഗെറ്റ്സ് റെസ്റ്റഡ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ ഡാഷ് ആൻഡ് ദ ഡാഷ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്തൊക്കെയാ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റെസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെ മസ്റ്റ് ആയിട്ടും വേണ്ട 2 ആൾക്കാരുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്, യെസ് എയർ എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അത് ആരാണ്, എയറിന്റെ അകത്തുള്ള നമ്മളുടെ ഓക്സിജൻ ആണ് അല്ലെ. വേറെ കളർ എടുക്കാടാ, യെസ് നമ്മളെ ക്വസ്റ്റ്യനും റെഡിലല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, എന്താ ബ്ലൂ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജൻ വേണം. ഓക്സിജൻ എവിടെയാണ്, നമ്മുടെ എയറിലുള്ള ഓക്സിജൻ വേണം. പ്ലസ് ആരും വേണം, നമുക്ക് വാട്ടർ ആവശ്യമാണ് അല്ലെ. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ നമ്മുടെ എന്താണ് മോയ്സ്ചർ എന്ന് പറയാം നമുക്ക് അല്ലെ. എയറിൽ ഇഷ്ടം പോലെ എന്താണ് മോയ്സ്ചർ ഉണ്ടായിരിക്കും, അപ്പൊ അതും ആവശ്യമാണ്. ഇത് രണ്ടും കൂടെ കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ റെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണോ, അതല്ല അതൊരു കെമിക്കൽ ചേഞ്ച് ആണോ? ഏത് ചേഞ്ച് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം, അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.